നമസ്കാരം. ഭാരതത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തികവും തന്ത്രപരവുമായ വളർച്ചയുടെ പുതിയ പ്രഭവ കേന്ദ്രം കൂടിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വയം പര്യാപ്ത ഭാരതം എന്ന കാഴ്ചപ്പാടിന് കരുത്തു പകരുന്ന നിർണായക ചുവടുവയ്പ്പുകളാണ് ഈ ദ്വീപുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ലഫ്റ്റനന്റ് ഗവർണർ അഡ്മിറൽ DK ജോഷി അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഭാരതത്തെ ഒരു $20 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാനുള്ള ശേഷി ഈ ദ്വീപ സമൂഹങ്ങൾക്കുണ്ട്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ആൻഡമാൻ്റെ പ്രാധാന്യം മുമ്പത്തേക്കാളും വർദ്ധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന സൈനിക നീക്കങ്ങളും തുടർന്നുണ്ടായ സംഘർഷങ്ങളും ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായി പുതിയ സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ഈ സാഹചര്യത്തിലാണ് ആൻഡമാൻ ബേസിനിലെ എണ്ണ നിക്ഷേപ സാധ്യതകൾ വലിയ പ്രതീക്ഷ നൽകുന്നത്. ദക്ഷിണ അമേരിക്കയിലെ ഗയാനയ്ക്ക് സമാനമായ വൻ എണ്ണ നിക്ഷേപം ആൻഡമാൻ കടലിലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന നോഗോ സോണിൻ്റെ 63.5% എണ്ണ പര്യവേക്ഷണത്തിനായി തുറന്നു നൽകിയത് ഭാരതത്തിൻ്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ സ്വന്തം മണ്ണിലെ ഈ നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും. സാമ്പത്തിക വളർച്ചയ്ക്ക് പുറമെ പ്രതിരോധ വ്യാപാര മേഖലകളിലും ആൻഡമാൻ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഗ്രേറ്റ് നിക്കോബാറിലെ ഗലാത്തിയ ബേയിൽ വികസിപ്പിക്കുന്ന 13ാമത് പ്രധാന തുറമുഖവും അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലും ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഭാരതത്തിൻ്റെ സ്ഥാനമുറപ്പിക്കും. ഏകദേശം 82,450 കോടി രൂപയുടെ പദ്ധതികളാണ് ഗ്രേറ്റ് നിക്കോബാറിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് ഇൻഡോ പസഫിക് മേഖലയിലെ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രമായി ആൻഡമാനെ മാറ്റുമ്പോൾ മറുവശത്ത് അത് രാജ്യത്തിൻ്റെ സമുദ്ര സുരക്ഷാ കവചമായും പ്രവർത്തിക്കുന്നു. പശ്ചിമേഷ്യൻ കടലിടുക്കുകൾ യുദ്ധഭീതിയിലായിരിക്കുന്ന ഈ സമയത്ത് ബംഗാൾ ഉൾക്കടലിലെ ഈ തന്ത്രപരമായ വികസനം ഭാരതത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വലിയൊരു ശക്തിയായി മാറും. അടിസ്ഥാന സൗകര്യ വികസനവും ഊർജ്ജ പര്യവേക്ഷണവും ഒരുപോലെ മുൻഗണന നൽകുന്നതിലൂടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരും ദശകങ്ങളിൽ ഭാരതത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായി മാറുമെന്നതിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.